ഭരതവാദ്യം, കളരിപ്പയറ്റ്, ആയുർവേദം, കഥകളി, ഫുട്ബോൾ, മറ്റു സാംസ്കാരിക മേഖലകളിൽ എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന പെരിങ്ങോട് എന്ന സുന്ദര ഗ്രാമം നമ്മുടെ നാട്ടിൽ അധികം ആർക്കും കേട്ടുകേൾവിയില്ലാത്ത ഒരു വലിയ മാരത്തോണിന് തയ്യാറെടുക്കുകയാണ്. പെരിങ്ങോട്ടുകാർക്ക് മാരത്തോൺ എന്ന് പറഞ്ഞാൽ അത് മണിക്കാണ്. മണിക്ക, എങ്ങനെയാണ് റണ്ണേഴ്സ് ക്ലബിന്റെ ആരംഭം? റണ്ണേഴ്സ് ക്ലബിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒരുപാട് കാലത്ത് ഓടമണിയാണ്. നമ്മൾ ഈ കോവിഡ് അനന്തരം കോവിഡിനോട് അനുബന്ധിച്ച് പിന്നെ എല്ലാ ആളുകളും ഇങ്ങനെയൊക്കെ ഡ്രസ് തയ്ക്കുന്ന കുട്ടികളും ഒക്കെ ഡ്രസ് തയ്ക്കുന്ന സമയത്താണ് ഞങ്ങളിവിടെ ചെറുതായിട്ട് ഇങ്ങനെ ആ രീതി തുടങ്ങിയത്. ആദ്യം വളരെ കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ, ഒരു 2 ആള് 3 ആള് 5 ആള് അങ്ങനെ കൂടി ഇപ്പോൾ അത് വലിയൊരു 10-300 ചില അംഗങ്ങളുടെ കൂട്ടായ്മയായി. ഞങ്ങളൊക്കെ ഒരു തരം ഇപ്പോൾ മാരത്തോൺ 5 കിലോമീറ്റർ ഓട്ടം, 10 കിലോമീറ്റർ ഓട്ടം, 21 കിലോമീറ്റർ ഓട്ടം ഇതൊന്നും പറഞ്ഞാൽ ഇവിടെ ഒരു ആർക്കും ഒരു പ്രശ്നമല്ല. എന്നുവെച്ചാൽ ഏജ് ഒരു പ്രശ്നമല്ല. ഏത് പ്രായത്തിൽ ഇപ്പോൾ 7 വയസ്സ് മുതൽ 80, 78 വയസ്സ്, 80 വയസ്സ് വരെ ആളുകളുണ്ട്. അപ്പോൾ അവരിലൊക്കെ ആ ഒരു വ്യായാമത്തിന്റെ മാറ്റം നിങ്ങൾക്ക് അവരോട് ചോദിച്ചറിയാവുന്നതാണ്. ഇത് ഞങ്ങളുടെ കോമഡി ടീച്ചറാണ് ഞങ്ങളുടെ പെരിങ്ങോട് റണ്ണേഴ്സ് ടീമിലെ ഏറ്റവും പ്രായമുള്ള വനിതാ അംഗം. ടീച്ചർ ഈ മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ടോ? മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ? 2-4 എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരൊക്കെ പങ്കെടുത്തു. ഇതിലില്ല, ഞങ്ങളിവിടെ സംഘാടകരല്ലേ. അതെ. പക്ഷെ ആന്റി ഇതുവരെ ഏതൊക്കെ മാരത്തോണിൽ ഓടിയിട്ടുണ്ട്? തൃശ്ശൂര്, പാലക്കാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, അങ്ങനെ 7ഓളം മാരത്തോണിൽ ഓടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു സംഘാടകനാണ്. അത് റണ്ണേഴ്സ് പെരിങ്ങോട് ക്ലബ്ബുകാരനാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. അതുമാതിരി നിങ്ങളെല്ലാവരും ഇതിൽ വരണം. പെരിങ്ങോടിന്റെ കലാകായിക സാംസ്കാരിക മേഖലകളിലെല്ലാം പൂമൊഴികൾ അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ മാരത്തോണിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ ഓരോ നാടിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അങ്ങനെ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അങ്ങനെ, ഇപ്പൊ ഇതേപോലെ കലകള്, ആയോധന കല, അങ്ങനെ എല്ലാ പലതരം കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഇനീഷ്യലായിട്ട്, അതായത് തുടക്കത്തിൽ സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ വലിയൊരു കാര്യം. അപ്പൊ പൂമുള്ളിമന എന്നുള്ളത് എനിക്കും ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ കാണുകയാണെന്ന് വെച്ചാൽ അതിന് എന്ത് നല്ല കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു എല്ലാവരും ആഗ്രഹം, പെരിങ്ങോട്ടുകാരെന്നുള്ള രീതിയിലുള്ള ആഗ്രഹം ഈ മാരത്തോണും എല്ലാ വർഷവും നടത്താൻ പറ്റണം എന്നുള്ളതാണ്. അത് ഫിസിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മാത്രമല്ല, എല്ലാവരും മെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, പിന്നെ പല ആൾക്കാർക്കും ജോബിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, അതിപ്പോ നമ്മള് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ 10-12 പേർക്ക് ഈ വർഷം തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടി. പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ഇപ്പൊ ഇവരെന്നെ ഈ മണീനെ പറയേണ്ട ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഏകാന്തത വലിയൊരു വിഷയമാണ്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇടപെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അപ്പൊ ആ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ മാരത്തോൺ മുന്നേറട്ടെ, എല്ലാ വർഷവും നടത്താൻ പറ്റിയിട്ട് നാട്ടുകാരുടെ എല്ലാവരെയും ഒരു കൂട്ടായ്മ, ജാതി മത ഭേദമന്യേ എല്ലാവരും കൂട്ടായ്മ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോണിന്റെ റൂട്ട് ആൻഡ് കാറ്റഗറി എങ്ങനെയാണ്? പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോണിന്റെ റൂട്ട് എന്ന് പറയുന്നത് അത് കാറ്റഗറി 4 വിഭാഗങ്ങളിലായിട്ട് നടത്തുന്നു. 21 ഉണ്ട്, അത് കഴിഞ്ഞ് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ. ഇതിൽ 21ഉം 10ഉം ഓൾറെഡി അത്ലറ്റ് അങ്ങനത്തെ അംഗങ്ങൾ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും വിദേശത്തുനിന്നും പങ്കെടുക്കുന്നുണ്ട്. 5 കിലോമീറ്ററും 3 കിലോമീറ്ററും സംഘടിപ്പിച്ച് നമ്മളെ നാട്ടുപുറത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പെരിങ്ങോട് സ്കൂളിലെ കായിക വിദ്യാഭ്യാസം അധ്യാപകനാണ് ഞങ്ങളുടെ സാജൻ മാഷ്. മാഷെ, നമ്മുടെ ഈ മാരത്തോണിന്റെ നടത്തിപ്പ് എങ്ങനെയാണ്? നടത്തിപ്പ് പറഞ്ഞാൽ നമ്മള് നഗരപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു മാരത്തോൺ ഇവന്റ്, ഒരു ഹാഫ് മാരത്തോൺ ആണ് നമ്മൾ ഈ നാട്ടുപ്രദേശത്ത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അത് റണ്ണേഴ്സ് പെരിങ്ങോട് എന്ന പെരിങ്ങോട്ടെ ഒരു ക്ലബ്ബാണ് ഇത് നേതൃത്വം നൽകുന്നത്. അവര് നടത്താൻ പോകുന്ന പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ പറഞ്ഞിട്ട് 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ, ഈ 4 ഐറ്റമാണ് നമ്മൾ നടത്തുന്നത്. പെരിങ്ങോട് സ്കൂളിന്റെ മുമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെള്ളിയാങ്കല്ല് പാലം കടന്ന് തിരിച്ചു വന്ന് ഇവിടെ നിന്ന് ഫിനിഷ് ചെയ്താലാണ് 21 കിലോമീറ്റർ ആണത്. അത് വേറെ വഴിയിൽ തന്നെ പുല്ലാനിക്കാവിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു വന്നാൽ 10 കിലോമീറ്ററായി. കൂറ്റനാട് സെൻറ്റർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു വന്നാൽ 5 കിലോമീറ്ററായി. ഈ തൊഴുക്കാട് കേറ്റത്തിലെ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് തിരിച്ചു വന്നാൽ നമ്മൾ 3 കിലോമീറ്ററായി. ഫിനിഷ് മുഴുവൻ ഇവിടെയാണ്, ഷാർട്ടും ഇവിടെയാണ്. ഈ മാരത്തോണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 കിലോമീറ്ററും 10 കിലോമീറ്ററും മാത്രമാണ് ടൈം റണ്ണും. അതിലാണ് ആദ്യത്തെ 6 സ്ഥാനക്കാർക്ക് പ്രൈസ് മണി ഉള്ളത്. ബാക്കി 5നും 3നും ഫിനിഷ് ചെയ്ത എല്ലാവർക്കും മെഡലാണ്. അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് 5ഉം 3ഉം ഒരു ഫൺ റണ്ണും അല്ലെങ്കിൽ ഫാമിലി റണ്ണും ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അതിൽ മത്സരിച്ചവർക്കൊക്കെ മെഡലാണ്. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് മത്സരിക്കാൻ വന്നവർക്കൊക്കെ ടീഷർട്ട് ഉണ്ട്, മെഡലുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ 2 കിലോമീറ്റർ കൂടുമ്പോൾ ഹൈഡ്രേഷൻ പോയിന്റ് വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളം, ഇലക്ട്രോലൈറ്റ്, ഫ്രൂട്ട്സ് വയ്ക്കും. അതെല്ലാം നമ്മൾ സാധാരണ ഒരു
നല്ലൊരു മാരത്തൺ നടക്കുന്നത്. വെറും ഒരു കൂട്ടോട്ടമല്ല ഇത്, വെറും നല്ലൊരു മാരത്തൺ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത്രയും വലിയൊരു മാരത്തോണിൽ ഇതിന്റെ രജിസ്ട്രേഷൻ മുതൽ ഈ അവസാന ഘട്ടം വരെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നിലവിൽ ഇപ്പോൾ ഒരു ഏകദേശം അറൗണ്ട് ഒരു 2000-ന് മുകളിലായിട്ടാണ് രജിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. നിലവിലിപ്പോൾ ഓൺലൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് രജിസ്ട്രേഷൻ വരുന്നതൊക്കെ നമ്മൾ ഓഫ്ലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് പിന്നെ ഇവരുടെ റേസ് കിറ്റ് ഉണ്ടാവും. ബിബ് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓരോ പാർട്ടിസിപ്പേറ്റ്സിനും നമ്മളൊരു ബിബ് കൊടുക്കും. അതിൽ 21 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ടൈം, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിങ് വെച്ചിട്ടാവും അവർ ഓടുണ്ടാവുക. അതായത് നമ്മൾ അവർ ഓടുന്ന ടൈമിങ് മോണിറ്റർ ചെയ്യും. അത് നമ്മുടെ ആ റേസിന് ശേഷം അവർക്കത് വാട്സപ്പ് ത്രൂ വരും, മെയിൽ വരും, പിന്നെ ഓൾറെഡി ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരും. ഇത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണത്, അതായത് നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്യണത് മൈ റേസ് പറഞ്ഞത് ചെന്നൈ ബേസ്ഡ് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ മാരത്തോൺ കണ്ടക്ട് ചെയ്യണ ഒരു ടീമാണ്. അപ്പോൾ അവർ അറൗണ്ട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് അവർ മാരത്തോൺ ഇതേപോലെ പല ക്ലബ്ബുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്തു വരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഇന്ന ദിവസമാണ്, എവിടെ വെച്ചിട്ടാണ് നമ്മളത് നടത്തുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പെരിങ്ങോട് സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് ഓരോരുത്തർക്കും മെസ്സേജ് ത്രൂ അറിയിക്കും. എത്രയാണ് ടൈമിങ്, എത്ര മണി മുതൽ എത്ര മണി വരെ ഈ സ്ഥലത്ത് വെച്ച് ബിബ് പ്ലസ് റേസ് കിറ്റ്, അതായത് ടീഷർട്ട് ഉണ്ടാവും, അതിൽ ബിബും പിന്നെ കുറച്ച് എക്സ്ട്രാ വസ്തുക്കളുണ്ടാവും. അപ്പോൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം നമ്മൾ തലേ ദിവസം. റേസ് നടക്കുന്നത് 15-ാം തീയതി സൺഡേ. അപ്പോൾ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് 14-ാം തീയതി ശനിയാഴ്ച രാവിലെ അറൗണ്ട് ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. റണ്ണേഴ്സ് തുടങ്ങിയപ്പോ തൊട്ട് അതിലുള്ളൊരു അംഗമാണ് ശ്രീലക്ഷ്മി ചേച്ചി. ഇപ്പൊ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, CSFലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. എന്താ ഇപ്പൊ തോന്നണേ? നമ്മുടെ 50ഓളം പേർക്ക് ഒരു സർവീസിൽ സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ എനിക്കും കൂടി കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ മാരത്തോൺ നടക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും മാരത്തോൺ നടക്കാറുണ്ട്. നമ്മുടെ ഇതേപോലത്തെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു സംഭവം നടക്കാൻ പോവാണ്. അപ്പോൾ അതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത്രയധികം ആളുകൾ ഓടുന്ന ഈ മാരത്തോണിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ മെഡിക്കൽ പാർട്ണർ ആയിട്ടുള്ളത് പട്ടാമ്പിയിലെ സേവന മെഡിക്കൽ ഹോസ്പിറ്റലാണ്. അവരാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ തരുന്നത്. അതുപോലെ തന്നെ വാവനൂരുള്ള അഷ്ടാംഗം, അവരാണ് നമ്മളെ ഫിസിയോ പാർട്ണറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആശാ വർക്കർമാർ, ഹെൽത്ത് സെൻ്ററിലെ അവരുടെ നേഴ്സുമാരുടെ സേവനം, പിന്നെ ഇതിനും തയ്യാറായിട്ടുള്ള ഒരു വളണ്ടിയേഴ്സ് അതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചുറ്റുഭാഗത്തുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി അവിടെ എത്തി അവർക്ക് വേണ്ട മെഡിക്കൽ സൗകര്യങ്ങൾ നൽകാൻ വേണ്ടി നമ്മുടെ മെഡിക്കൽ ടീം ഏറെ സജ്ജമാണ്. ദീർഘദൂര ഓട്ടങ്ങൾക്ക് ഹൈഡ്രേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇതിന്റെ ഭക്ഷണ സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളും എങ്ങനെയാണ്? നമ്മൾ ഈ മാരത്തോണിൽ നല്ല രീതിയിലുള്ള ഹെൽത്തി ഫുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് അമ്പയർ ഹോളിൽ വെച്ചിട്ട് ഹെൽത്തി ഫുഡ് നമ്മൾ കൃത്യസമയത്ത് വിതരണം ചെയ്യും. അതുപോലെ ഹൈഡ്രേഷൻ പോയിന്റുകളിലെല്ലാം വാട്ടറും ഫ്രൂട്ട്സുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഓട്ടക്കാർക്കും അത് വേണ്ട രീതിയിൽ കൃത്യസമയത്ത് നിങ്ങൾ എത്തിച്ച് ചെയ്യുന്നതായിരിക്കും. ഇത്രയും വലിയൊരു മാരത്തോൺ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ്. നമ്മുടെ മാരത്തോണിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? മൊത്തം ഏകദേശം 2000-ഓളം ആളുകൾ ഇപ്പോൾ ഈ ഗ്രാമപ്രദേശത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര വിജയമാണ്. എന്തായാലും ഇത്രയും ഒരു ഗ്രാമപ്രദേശത്ത് ഒരു 2000 ആള് ഇതിൽ ഓടാൻ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൻ വിജയം തന്നെ. അത് ഫസ്റ്റ് എഡിഷൻ. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഈ റേഷൻ ഓഫീസിലാണ് ഒരുപാട് വ്യക്തികളും സ്ഥാപനങ്ങളും നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സഹായിച്ചിട്ടുള്ളത് കേരള ഗ്രാമീണ ബാങ്ക്. കേരള ഗ്രാമീണ ബാങ്ക് ആ പേര് പോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിലെ ഇതിനെ അവർ നന്നായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇത്രയും ചെലവിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് കൊണ്ടൊന്നും ആവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് നമ്മളെ ഇത്തരം കാര്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സമയമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മളൊരു അസോസിയേറ്റ് ചെയ്ത ഒരു ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. കേരള ഗ്രാമീണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ട് ആയതുകൊണ്ട് തന്നെ കേരള ഗ്രാമീണ ബാങ്കിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ അസോസിയേറ്റ് സ്പോൺസറായിട്ട് അവർ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്.
പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അപ്പോൾ നമ്മൾ വളരെയധികം സഹകരിച്ച് തന്നെ നിൽക്കുന്ന സ്കൂള്, അതുപോലെ സ്ഥാപനം, ഈ ഗ്രൗണ്ട് തുടങ്ങി ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടും പ്ലസ് നമുക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടും പിന്നെ സ്പോൺസർഷിപ്പ് തന്നിട്ടുണ്ട്. പൂമുള്ളി മന, ആയുർവേദ മന നമ്മളെ നന്നായിട്ട് സപ്പോർട്ട്, അവരും കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ പാർട്ട്നർ പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിനും അവർ സപ്പോർട്ട് നമുക്കുണ്ട്, സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ എഡിൻവുഡ് പറഞ്ഞ ഇൻ്റർനാഷണൽ സ്കൂൾ വരുന്നുണ്ട്. എഡിൻവുഡ് അവർ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് വരുന്നത്. നല്ല സ്പോർട്സ് ബേസ്ഡ് വലിയൊരു സ്ഥാപനമാണ് ഈ തന്നിക്കോട് ഭാഗത്ത്. അവർ നമ്മളെ നന്നായിട്ട് ഫിനാൻഷ്യലി ആയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മാരാത്ത് ക്രഷർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. അവർ പുള്ളി അതിൻ്റെ നമുക്കതിൽ അംഗങ്ങൾ തന്നെയാണ് ഞങ്ങൾ, എന്നാലും അവർ നമുക്ക് നല്ലൊരു സഹായം തരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇതിന് ഒരുപാട് സഹായങ്ങൾ മറ്റു വിധത്തിൽ മെഡിക്കൽ എയ്ഡ്, മെഡിക്കൽ സപ്പോർട്ട് ചെയ്യുന്നത് മെഡിക്കൽ പാർട്ട്ണറായിട്ട് സേവന ഹോസ്പിറ്റൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിസിയോ ഉണ്ട്. ഇപ്പോൾ റണ്ണേഴ്സ് സ്പോർട്സ് ആകുമ്പോൾ ഫിസിയോ നിർബന്ധമാണ്. ആ ഫിസിയോ പാർട്ട്ണറായിട്ട് അഷ്ടാംഗം, ഭാവനൂർ അഷ്ടാംഗം പറഞ്ഞ സ്ഥാപനം ആയുർവേദം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഫിനാൻഷ്യലായിട്ട് സഹായിക്കുന്നു. പിന്നെ അതുപോലെ നമുക്ക് ഹൈഡ്രേഷൻ കൂടി പാർട്ട്ണറായിട്ട് നമ്മളെ ഇവർ SRB പറഞ്ഞ സ്ഥാപനമുണ്ട്, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ജേഴ്സി അപ്പാരൽ പാർട്ട്ണറായിട്ട് അതിൻ്റെ കമ്പനി ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ LICയിലൊക്കെ ചെറിയ സഹായമുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ബാങ്കുകൾ, കൊച്ചു കൊച്ചു സഹായങ്ങൾ മറ്റ് ബാങ്കുകളും ചെയ്യുന്നുണ്ട്. HDFC, SBI, പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാർഷിക യൂണിയൻ ബാങ്ക്, അതുപോലെയൊക്കെ അത്യാവശ്യം ചെറിയ തോതിലുള്ള ഇത് അവരുടെ ഭാഗത്തുനിന്നും. ഇത് നമ്മളല്ല ഗ്രാമപ്രദേശത്ത് ഫസ്റ്റ് ടൈം ആവുകൊണ്ട് ആർക്കും ഇതിനെ കുറിച്ച് ബ്രീച്ച് മനസ്സിലായിരുന്നു. അടുത്ത പ്രാവശ്യം ഇവരൊക്കെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും എന്ന കാര്യം സംശയം. കൂടാതെ ചില സ്ഥാപനങ്ങൾ നയ ആൻറ്റിക്സ് കൊച്ചു സ്ഥാപനങ്ങളാണ്, അവരെ ഫസ്റ്റ് അവർ നമുക്ക് ഒരു ചെറിയ സഹായമൊക്കെ തരുന്നുണ്ട്. തന്നെ നാട്ടുകാർ ഒക്കെയും ഒരുവിധം നല്ല സപ്പോർട്ട് തന്നെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ അവർ എടുത്തിരിക്കുകയാണ്. അതുപോലെ മീഡിയ, നമ്മളിതിന് മീഡിയ പബ്ലിസിറ്റി 24 ചാനൽ മീഡിയ പബ്ലിസിറ്റി അവർ നമ്മളെ മീഡിയ പാർട്ട്ണറായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇത് ഡോക്ടർ രാധിക ശ്രീകുമാർ. റണ്ണേഴ്സ് ക്ലബ് പെരിങ്ങോടിലൂടെ ഒട്ടേറെ മാരത്തോണുകളിൽ പങ്കെടുക്കുവാനും വിജയം കൈവരിക്കാനും ടീച്ചർക്കായിട്ടുണ്ട്. ടീച്ചറെ, എന്താ ഇപ്പൊ മനസ്സിൽ തോന്നണേ? ഈ റണ്ണേഴ്സ് പെരിങ്ങോട് ക്ലബിൽ ചേർന്ന് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളെങ്കിൽ പോലും ഇത്രയേറെ വിജയം കൈവരിക്കാൻ സാധിച്ചത് റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ ഒരു വലിയ പ്രയത്നം തന്നെയാണ്. അപ്പോൾ ഓരോ മാരത്തോണിൽ പങ്കെടുക്കുമ്പോഴും ഇങ്ങനെ ഒരു മാരത്തോൺ നമ്മുടെ പെരിങ്ങോടിൽ സംഘടിപ്പിക്കണമെന്നുള്ള ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു മോഹം, ഈ ഒരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ ഉള്ള വലിയൊരു സന്തോഷമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓരോന്നും ആഘോഷമാക്കുക എന്നത് പെരിങ്ങോടിന്റെ പ്രത്യേകതയാണ്. അതിന് ഈ നാട്ടിലെ എല്ലാവരും ഒന്നിച്ചണിനിരക്കും. ഫെബ്രുവരി 15 ഞായറാഴ്ച രാവിലെ 5 മണി മുതൽ 9 മണി വരെയുള്ള 4 മണിക്കൂർ 2000-ലധികം പങ്കാളികളും 300ഓളം വോളണ്ടിയർമാരും ഈ മാരത്തോൺ വിജയിപ്പിക്കുന്നതിനായി പെരിങ്ങോട് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ എത്തിച്ചേരും. തുടർന്ന് ഓരോ വർഷവും നമുക്കിത് തുടരേണ്ടതുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ 80 വയസ്സ് പ്രായമുള്ളവർ വരെ ഈ മാരത്തോണിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നിങ്ങളോ? പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച.